ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ഇന്ത്യയുടെ ടെസ്റ്റ് സ്ക്വാഡ് വന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ പോകുന്ന. പക്ഷേ ഇവിടെ പ്രഡിക്ഷനൊക്കെ തെറ്റിയിരിക്കുന്ന ഒരു കാര്യം, ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ആവുന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. പക്ഷേ അവിടെ വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്തിനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, നമുക്ക് സ്ക്വാഡിലേക്ക് പോകും. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ, യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, സായി സുദർശൻ, അഭിമന്യു ഈശ്വരൻ. സായി സുദർശൻ മേക്ക് ചെയ്തിട്ടുണ്ട് സ്ക്വാഡിലേക്ക്. വളരെ സന്തോഷകരമുള്ള കാര്യമാണ്. കാരണം ടെസ്റ്റിലെ പുള്ളി അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇംഗ്ലണ്ടിൽ പോയി എങ്ങനെ കളിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. അഭിമന്യു ഈശ്വരൻ, കരുൺ നായർ ടെസ്റ്റ് സ്ക്വാഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി, എനിക്ക് തോന്നുന്നു ആ രഞ്ജീസിലെ പ്രകടനം തന്നെയായിരിക്കണം കരുണിനെ ടീമിലേക്ക് തിരിച്ചെടുക്കാനുള്ള കാരണമെന്ന് തോന്നുന്നു. വളരെ കിടലായിട്ടാണ് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഓൾറെഡി നമുക്കറിയാം വെറ്ററാൻസ് ആയിട്ടുള്ള രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കരുൺ നായരെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരം അവിടെ ആവശ്യം തന്നെയാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിതീഷ് കുമാർ റെഡ്ഡി, രവീന്ദ്ര ജഡേജ, ധ്രുവ് ജൂറൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാണ്. വാഷിംഗ്ടൺ സുന്ദർ, ഷാർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, പ്രസീദ് കൃഷ്ണ ടീമിലേക്ക് മേക്ക് ചെയ്തിട്ടുണ്ട്. ആകാശ് ദീപ്, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്. ഷമിയുടെ ഏകദേശം കൺഫേം ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമിക്ക് ഒരു 4 ഓവർ സ്പെല്ല് തന്നെ എറിയുമ്പോൾ ആളൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പഴയൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ടെസ്റ്റ് സെല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഓവേഴ്സ് എറിയേണ്ടി വരുമ്പോൾ ആൾ സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ആഫ്റ്റർ ദാറ്റ് ഇഞ്ചുറി ഷമി അത്ര പ്രോപ്പറായിട്ടല്ല. അപ്പോൾ പഴയ ഷമിയും ഇപ്പോഴത്തെ ഷമിയും തമ്മിൽ ഭയങ്കര ഒരു അന്തരം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ക്യാപ്റ്റൻസി വൈസ് ക്യാപ്റ്റൻസി സംഭവമാണ്. ഇവിടെ ബൂമറയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബൂമറ ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ. ഞാൻ വിചാരിച്ചിരുന്നത് ബൂമറ ക്യാപ്റ്റൻ ആവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗില്ലിനെ ക്യാപ്റ്റനാക്കി ബൂമറെ വൈസ് ക്യാപ്റ്റനാക്കി തന്നെ വെക്കുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്ത് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ ഋഷഭ് പന്ത് ടെസ്റ്റിൽ ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പുള്ളിയുടെ ആ ഒരു അഗ്രസീവ് ഇന്നിങ്സ് ഒക്കെ ടെസ്റ്റിൽ ഓക്കെയാണ്. പക്ഷേ ഷോർട്ടർ ഫോർമാറ്റിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്നത്. എന്തായാലും ഈ ഒരു സ്ക്വാഡിലേക്ക് വരാതിരുന്ന നമ്മുടെ ശ്രേയസ് അയ്യർ എങ്ങനെയാണ് വരാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആക്ച്വലി വളരെ ക്വാളിറ്റി ക്രിക്കറ്റാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ശ്രേയസ് അയ്യർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു താരത്തെ എങ്ങനെയാണ് ടീമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല. ബാറ്റിംഗ് സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു സൈഡ് നേരിടാൻ ചാൻസ് ഉണ്ട്. പോരാത്തതിന് ഒരു ഫേസ് ചേഞ്ചിങ് മൊമെന്റിലാണ് നിലവിൽ ഇന്ത്യ എന്ന് പറയുന്നത്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നീ അഗ്രസീവായിട്ടുള്ള 2 താരങ്ങളില്ലാതെ പോയി കളിക്കേണ്ടി വരുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെത്രത്തോളം നേരെയാക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവർ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള കാത്തിരുന്ന് തന്നെ കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തി ബൈ ബൈ ഗൈസ്. അതോടൊപ്പം തന്നെ മറന്നുപോയതാണ്, ഹാർദിക് പാണ്ഡ്യയും ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടില്ല. ഷോർട്ടർ ഫോർമാറ്റിൽ മാത്രമേ ഹാർദിക് പാണ്ഡ്യയെ പരിഗണിക്കുന്നുള്ളൂ എന്ന് കാത്തിരുന്ന് കാണും. സൂര്യകുമാർ യാദവിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ടെസ്റ്റിലേക്ക് ആളെ പരിഗണിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തി.